ബുധനാഴ്ച വാഷിംഗ്ടണിൽ നടന്ന AI ഉച്ചകോടിക്കിടെ സംസാരിക്കവെയായിരുന്നു ഇന്ത്യൻ യുവാക്കളെ ഞെട്ടിക്കുന്ന ഒരു നിർദ്ദേശം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്നും ഉണ്ടായത്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് പോലെയുള്ള വൻകിട ടെക് കമ്പനികൾ ഇന്ത്യക്കാരായ ജീവനക്കാരെ നിയമിക്കുന്നത് നിർത്തണമെന്നായിരുന്നു ട്രംപിന്റെ ആവശ്യം. സ്വന്തം രാജ്യത്തുള്ളവരെ പരിഗണിക്കുന്നതിന് പകരം ലോകത്തുള്ള ആർക്ക് വേണമെങ്കിലും ജോലി നൽകാമെന്ന ടെക് കമ്പനികളുടെ നിലപാടിനെ ട്രംപ് വിമർശിച്ചു. ഈ സമീപനം പല അമേരിക്കക്കാരെയും അവഗണിക്കപ്പെട്ടവരാക്കിയെന്നും പ്രസിഡന്റ് ട്രംപിന്റെ കീഴിൽ ഇനി അങ്ങനെ സംഭവിക്കാൻ പാടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ച പോലെയുള്ള വാക്കുകളായിരുന്നു അദ്ദേഹത്തിന്റേത്. ഇന്ത്യയിലെ ഉൽപാദനത്തിൽ നിന്ന് പിന്നോട്ടു പോകാൻ ആപ്പിളിനോടും ടെസ്ലയോടും വ്യക്തമായി ആവശ്യപ്പെട്ടതിന് ആഴ്ചകൾക്ക് ശേഷമാണ് ട്രംപിന്റെ ഈ പുതിയ പരാമർശങ്ങൾ വന്നത്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, മെറ്റ തുടങ്ങിയ ടെക് കമ്പനികൾക്ക് ഇന്ത്യയിലും ഓഫീസുകളുണ്ട്. നിരവധി ഇന്ത്യൻ IT വിദഗ്ധർ ഇവിടെ ജോലി ചെയ്യുന്നുമുണ്ട്. എന്നാൽ അമേരിക്കൻ ടെക് കമ്പനികൾ അമേരിക്കക്കാരെ ഒന്നാമതെത്തിക്കണമെന്നും ഇന്ത്യയിൽ ഓഫീസുകൾ സ്ഥാപിക്കുന്നതിന് പകരം അമേരിക്കയിൽ അവരുടെ ഓഫീസുകൾ സ്ഥാപിക്കണമെന്നുമാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. എന്നാൽ ട്രംപ് പറയും പോലെ അത്ര എളുപ്പമാണോ ഈ കാര്യം? ട്രംപ് തൊടുത്തുവിട്ട അഭിപ്രായ ശരങ്ങൾ വന്നു വീണത് ഇന്ത്യയിലായതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർ വിഷയം ഏറ്റെടുക്കുകയും ചർച്ച തുടരുകയും ചെയ്യുന്നു. ചില ചോദ്യങ്ങളും അക്കൂട്ടത്തിൽ ഉയരുന്നുണ്ട്. ട്രംപ് മുന്നോട്ട് വെച്ച ആഹ്വാനം ഗൂഗിളും മൈക്രോസോഫ്റ്റും അടക്കമുള്ളവർ പിന്തുടരുകയും അനുസരിക്കുകയും ചെയ്യുമോ? ഇന്ത്യയിൽ ടെക് എഞ്ചിനീയർമാരെയും സോഫ്റ്റ്വെയർ ഡെവലപ്പർമാരെയും അവർ നിയമിക്കുന്നത് നിർത്തുമോ? അതിലേറെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം, ഇന്ത്യക്ക് പകരം അമേരിക്കയിൽ പുതിയ ഓഫീസുകൾ സ്ഥാപിക്കാൻ അവർ ശ്രമിക്കുമോ എന്നതാണ്. എന്നാൽ ഈ ചോദ്യങ്ങൾക്കൊക്കെ സാധ്യതയില്ല എന്നതാണ് ഉത്തരം. കാരണം സാങ്കേതിക പ്രതിഭകളുടെ ലഭ്യത, ആവശ്യകത, ചിലവ് ഇവയടക്കമുള്ള യാഥാർത്ഥ്യം മറച്ചു വെക്കാവുന്ന ഒന്നല്ല. അമേരിക്ക അതിന്റെ സാങ്കേതിക മേഖലയിലെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടുന്ന എഞ്ചിനീയർമാരെ സൃഷ്ടിക്കുന്നില്ല എന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നു. കൂടാതെ ഇന്ത്യയിൽ നിന്നുള്ളവരെ നിയമിക്കുന്നത് കമ്പനിക്ക് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ നൽകുന്നുമുണ്ട്. അതിനാൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കിടയിലും ടെക് ഭീമന്മാർ ഇന്ത്യൻ സാങ്കേതിക വിദഗ്ധരെ നിയമിക്കുന്നത് തുടരാൻ തന്നെയാണ് സാധ്യത. ഓരോ വർഷവും US ബാച്ചിലർ തലത്തിൽ ഏകദേശം 1.5 ലക്ഷം എഞ്ചിനീയറിംഗ് ബിരുദധാരികളെ സൃഷ്ടിക്കുന്നു. കൂടാതെ ഏകദേശം 50,000 വിദ്യാർത്ഥികൾ എഞ്ചിനീയറിംഗ് ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കുന്നു. 12,000-ഓളം പേർക്ക് ഡോക്ടറേറ്റുകൾ ലഭിക്കുന്നു. കേൾക്കുമ്പോൾ ഇത്രയധികം സാങ്കേതിക വൈദഗ്ധ്യം നേടുന്നുവെന്ന് തോന്നുമെങ്കിലും ടെക് വ്യവസായത്തിന് ഇതിലേറെ ആളുകളെ ആവശ്യമുണ്ടെന്നാണ് യാഥാർത്ഥ്യം. ഉദാഹരണത്തിന് ഗൂഗിളിൽ മാത്രം ഏകദേശം 1,80,000 ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് കണക്ക്. US ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്രവചനങ്ങൾ അനുസരിച്ച് സോഫ്റ്റ്വെയർ വികസനം പോലെയുള്ള മേഖലകളിൽ 2032 വരെ എല്ലാ വർഷവും ഏകദേശം 11% വളർച്ച പ്രതീക്ഷിക്കുന്നു. ഇതര ജോലികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റു ജോലികൾക്ക് പ്രതിവർഷം 2% മാത്രം വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് അമേരിക്കയിലുള്ളതിനേക്കാൾ അധികം സാങ്കേതിക വിദഗ്ധരെ വേണമെന്ന് സാരം. US-മായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് ബിരുദധാരികളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെയും AICTEയുടെയും കണക്കുകൾ പ്രകാരം ഇന്ത്യ പ്രതിവർഷം 1.5 ദശലക്ഷത്തിലധികം എഞ്ചിനീയറിംഗ് ബിരുദധാരികളെ സൃഷ്ടിക്കുന്നുണ്ട്.